വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഈ ഒരു ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും കൃത്യമായി തന്നെ കോടതി കാര്യങ്ങൾ പരിഗണിച്ചു. ഇപ്പോൾ ഷാരോണിൻ്റെ അമ്മ കോടതിയുടെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് വികാരാധീനയായി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളായി ഒരുപക്ഷേ ഈ നിയമ പോരാട്ടത്തിൽ അവശേഷിക്കും. ദൈവം നീതിമാനായ ജഡ്ജിയുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ മകന് നീതി നൽകി എന്നതായിരുന്നു അമ്മയുടെ പ്രതികരണം. ഒപ്പം തന്നെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടു എന്നും അമ്മ പ്രതികരിച്ചു. ആ അമ്മയുടെ വാക്കുകളിലേക്കാണ്. கொஞ்சம் மொபைல் கொஞ்சம் மொபைல் നിഷ്കളങ്കനായ എന്റെ പൊന്നുമോട്ട് നിലവിലെ ദൈവം കേട്ട് ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് വധശിക്ഷ തന്നെ അവർക്ക് കൊടുത്തു. ഞങ്ങൾ വളരെയേറെ സംതൃപ്തരാണ്, വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി, 1000 നന്ദി. നിഷ്കളങ്കനായ എന്റെ പൊന്നുമോട്ട് നിലവിലെ ദൈവം കേട്ട് ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് വധശിക്ഷ തന്നെ അവർക്ക് കൊടുത്തു. ഞങ്ങൾ വളരെയേറെ സംതൃപ്തരാണ്, വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി, 1000 നന്ദി. തീർച്ചയായിട്ടും ഇപ്പോൾ നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി എന്ന അമ്മയുടെ വാക്കുകൾ, അത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിഷ്കളങ്കനായ എൻ്റെ മകനെ കൊന്നുകളഞ്ഞു എന്നാണ് അമ്മ വിലപിച്ചത്. അമ്മയുടെ വാക്കുകൾ ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വിധി വന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാന പ്രതികരണങ്ങളിലൊന്നായി നിലനിൽക്കുകയും ചെയ്യും. അത് ഒരുപക്ഷെ വരാനിരിക്കുന്ന പല കേസുകൾക്കും അടിസ്ഥാനപരമായ ഒരു പരിശോധന നടത്താൻ പോകുന്ന തരത്തിലാണ് ഈ കേസിൻ്റെ വാദങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ അന്വേഷണമൊക്കെ നടന്നത്. ആദ്യം ലഭിച്ച സുഹൃത്തിൻ്റെ ഒരു മൊഴിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ജ്യൂസിൽ വിഷം നൽകിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ളൊരു തുമ്പ് പോലീസിന് ലഭിക്കുന്നത്. അതും ഷാരോൺ ഈ കഷായം കുടിച്ചതിന് ശേഷം ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ആ ഘട്ടത്തിൽ ഈ സുഹൃത്തിൻ്റേതായിട്ട് പുറത്തു വന്ന മൊഴി, ആ സുഹൃത്ത് പോലീസിനോട് പറഞ്ഞ ജ്യൂസ് ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞ ആ പ്രതികരണം, ആ മൊഴിയിൽ നിന്നുമാണ് മറ്റ് വിശദാംശങ്ങളിലേക്ക് തേടിപ്പോവുകയും ചെയ്തത്. കോടതി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സമർത്ഥവും ആസൂത്രിതമായി കൊലപാതകം നടത്തിയെങ്കിലും അതിനുശേഷം തന്നെ പിടികൂടാനുള്ള തെളിവുകൾ ഗ്രീഷ്മ തന്നെ ചുമക്കുകയായിരുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ആ നിരീക്ഷണം ശരിവെക്കുന്ന തരത്തിലായിരുന്നു പോലീസ് അന്വേഷണവും ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളായിട്ടാണ് ശേഖരിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ വിഷം നൽകുന്നത് സംബന്ധിച്ച് ഗ്രീഷ്മ നടത്തിയിട്ടുള്ള ഓൺലൈൻ സർഫിങ്ങിനൊക്കെ സംബന്ധിച്ച്, ബ്രൗസിങ്ങിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഏറെ നിർണായകമായിരുന്നു. എങ്ങനെയാണ് വിഷം നൽകേണ്ടത്, വിഷം നൽകുമ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഈ മരണം സംഭവിക്കുക, ഇതിനിടയിൽ എന്തൊക്കെ സംഭവിക്കും, കണ്ടുപിടിക്കാതിരിക്കാൻ എങ്ങനെയാണ് ഇത് നൽകേണ്ടത് തുടങ്ങി വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ ഉൾപ്പെടെ സെർച്ച് ചെയ്യുകയും അതിൻ്റെ വിശദാംശങ്ങൾ കണ്ടെത്തുകയും ശേഷം ആസൂത്രിതമായി തനിക്ക് ഷാരോണിനോട് അതിയായ സ്നേഹമുണ്ട് എന്ന് അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വരുത്തി തീർത്തുകൊണ്ട്
ശാരീരിക ബന്ധത്തിലേക്ക് ഉൾപ്പെടെ ക്ഷണിക്കുന്ന തരത്തിൽ ചാറ്റുകൾ നടത്തിക്കൊണ്ടാണ് ഈ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ച ദിവസത്തിലേക്ക് ഷാരോണിനെ എത്തിച്ചത് എന്നാണ് കോടതിയിൽ നൽകിയിട്ടുള്ള വാദങ്ങളിൽ തെളിവുകളിൽ നിന്നൊക്കെ കോടതി വ്യക്തമാക്കുന്നത്. ഈ വാദപ്രതിവാദങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിശദാംശങ്ങൾ. എന്തായാലും അതിനൊടുവിൽ വിഷം കലക്കിയ കഷായം നൽകുന്നു. ആ കഷായം കുടിച്ചതിന് ശേഷം വീട്ടിലേക്കുള്ള വഴിയിൽ ഷാരോൺ ഛർദ്ദിക്കുന്നു. പിന്നീട് ആശുപത്രിയിലാകുന്നു. പതിയെ ആന്തരിക അവയവങ്ങൾ ഓരോന്നോരോന്നായി നശിച്ചാണ് മരണത്തിന് കീഴടങ്ങുന്നത്. കോടതി വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഘട്ടത്തിലൊന്നും ഗ്രീഷ്മയ്ക്കെതിരെ യാതൊരു തരത്തിലുള്ള കുറ്റവും ആരോപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റങ്ങളൊന്നും ആരോപിച്ചിരുന്നില്ല. ജ്യൂസ് കുടിച്ചിരുന്നോ എന്ന് സംബന്ധിച്ചുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മൊഴിയാണ് നൽകിയത്. ഇത്തരത്തിൽ ജ്യൂസ് നൽകിയിരുന്നു, അത് കഴിച്ചിരുന്നു, അതിനുശേഷം ഇങ്ങനെ ഛർദ്ദിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി. അതിനുശേഷം പിന്നീടാണ് ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിഷക്കുപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതും പിന്നീട് കേസിൽ വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾക്കൊടുവിൽ ഈ കേസ് കോടതിയിൽ സമർത്ഥമായി തന്നെ തെളിയിക്കാൻ പോലീസിൻ്റെ അന്വേഷണത്തിന് കഴിയുകയും അതിന് കോടതിയുടെ അഭിനന്ദനം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പ്രോസിക്യൂഷനും കൃത്യമായ വാദങ്ങൾ ഉന്നയിച്ചു. ചെകുത്താൻ്റെ മനസ്സാണ് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാദമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ആ വാദത്തെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചതും. ചുണ്ട് മുതൽ ലൈംഗിക അവയവം വരെ വേദനയുണ്ടായിരുന്ന സമയത്ത് പോലും ഷാരോൺ ഗ്രീഷ്മയെക്കുറിച്ച് യാതൊരു തരത്തിലും അല്ലെങ്കിൽ ഗ്രീഷ്മയോടുള്ള പ്രണയത്തിലായിരുന്നു എന്നും യാതൊരു തരത്തിലുള്ള അപമാനിക്കലും ഉണ്ടായിട്ടില്ല എന്നും പ്രതിഭാഗം, അതായത് ഗ്രീഷ്മയുടെ വക്കീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിഭാഗം വാദിച്ചതുപോലെ ഒരു തരത്തിലുള്ള അസഹനീയമായ ഇടപെടലും ഉണ്ടായിട്ടില്ല, അക്രമം ഉണ്ടായിട്ടില്ല, അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന കോടതി സംശയലേശമന്യെ പറഞ്ഞു വയ്ക്കുകയും ഒടുവിൽ AM ബഷീർ വധശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുകയാണ്.